നമസ്തേ. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതിപുരാതനമായ വയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിലാണ് നമ്മുടെ ഇന്നത്തെ പ്രദക്ഷിണ വഴി. ഈ ക്ഷേത്രത്തിന് ധാരാളം പ്രത്യേകതകൾ പറയാനുണ്ട്. ഉളിക്കൽ ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ വടക്കോട്ട് മാറിയാണ് കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡറിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഒരു കർണാടക അതുപോലെ മലയാള കേരളീയ സംഗമം കൂടിച്ചേരുന്ന ഒരു ഉത്സവം കൂടിയാണ്. അപ്പോൾ നമ്മൾ പ്രദക്ഷിണ വഴി എത്തുന്ന സമയത്ത് ഇവിടെ ഉത്സവ കാലഘട്ടമാണ്. മകരമാസം മുതൽ ഏകദേശം 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തോടു കൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ. നമുക്കിവിടുത്തെ ഉത്സവങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി തൊഴുതു പ്രാർത്ഥിച്ച് പ്രദക്ഷിണ വഴി പൂർത്തിയാക്കും. വയത്തൂർ കാലിയാർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വയത്തൂർ എന്ന് പറയുന്നതൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൻ്റെ എല്ലാ ശാലീനതയും ഒഴുകുന്ന പടിഞ്ഞാറ് ഭാഗത്ത്, ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒഴുകുന്ന പുഴയാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്ന് വെള്ളത്തിൻ്റെ പാരിസ്ഥിതികമായ അവസ്ഥകൾ എല്ലായിടത്തും ബാധിച്ചതുപോലെ എങ്കിലും വളരെ നല്ല തണുപ്പുള്ള ഒരു വെള്ളം. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കൈ കാല് കഴുകി ശുദ്ധമാക്കിയതിന് ശേഷമാണ് വയത്തൂർ കാലിയാർ ഈശ്വരനെ തൊഴാൻ പോകുന്നത്. അപ്പോൾ വയത്തൂർ എന്ന് പറയുന്ന ഗ്രാമവും കാലിയാരും ചേർന്നുകൊണ്ടാണ് ഇതിനെ വയത്തൂർ കാലിയാർ ക്ഷേത്രമെന്ന് പറയുന്നത്. നമുക്ക് പടികൾ കയറി വേണം ഇനി മഹാദേവനെ തൊഴുത് പ്രാർത്ഥിക്കാനും. കിരാതേശ്വരനായ ശിവനെ പല സ്ഥലങ്ങളിലും ആചരിക്കുകയും ആരാധിക്കുന്നുണ്ടെങ്കിലും കിരാതമൂർത്തിയായ ശിവൻ്റെ പ്രഥമ സ്ഥാനം ശ്രീ വയത്തൂർ കാലിയാർ ക്ഷേത്രത്തിലാണെന്നാണ് ഐതിഹ്യങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. അർജുനന് പാശുപതാസ്ത്രം നൽകാൻ വേണ്ടി അവതരിച്ച ഭാവമാണ് കിരാതമൂർത്തി. ആ കിരാതമൂർത്തിയെ ആരാധിക്കുന്ന കേരളത്തിലെ പ്രഥമ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ വയത്തൂർ കാലിയാർ ഈശ്വര ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം ഊട്ടുത്സവം എന്നാണ്. ഊട്ടുത്സവത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ വയത്തൂർ കാലിയാർ ക്ഷേത്രം. വയത്തൂർ കാലിയാർ ഈശ്വരൻ്റെ സന്നിധിയിൽ നിന്ന് ചൈതന്യത്തെ ഇടത്തിലെ കാരണവന്മാർ കാണുകയും ആ സമയത്ത് സന്യാസി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഒരു സന്യാസി വന്നാൽ നമ്മൾ എന്തെങ്കിലും ഭിക്ഷ കൊടുക്കണത്രേ. പക്ഷെ അന്ന് ഇടത്തിലെ കാരണവന്മാർക്ക് ഭിക്ഷ കൊടുക്കാൻ പോലും കയ്യിലൊന്നും ഇല്ലാതിരുന്നത്രേ. അന്ന്
സാക്ഷാൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു എന്നാണ്. കുടക് ദേശത്തു നിന്നും കാർഷിക വിഭവങ്ങൾ ഇവിടെ എത്തും. ഈ ക്ഷേത്രത്തിലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈ ദേശത്തിലെ നിശ്ചയിക്കപ്പെട്ട വിഭാഗക്കാരാൽ ഈ ക്ഷേത്രത്തിലെ ഊട്ടുത്സവവും അനുഷ്ഠാനങ്ങളും ഭംഗിയായി നടക്കപ്പെടുമെന്ന് അശരീരി ഉണ്ടായി എന്നാണ്. ഇന്നും പ്രദക്ഷിണ വഴിയിലൂടെ വരുന്ന സമയത്ത് നമുക്ക് കാണാം, അനവധി ആളുകൾ വന്നു ദേവപ്രസാദം സ്വീകരിക്കുകയും ഊട്ട് സമർപ്പണത്തിലേക്ക് വേണ്ടി കൊടകിൽ നിന്ന് അരി സമർപ്പിക്കുക, ഇങ്ങനെ വിവിധമായ ദിവസങ്ങളിൽ മറ്റ് പല ദേശങ്ങളിലുള്ള ആളുകൾ വന്ന് ഇവിടെ സമർപ്പണം നടത്തിക്കൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഭംഗിയായി നടക്കുന്നത്. മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ സാക്ഷാൽ കിരാതേശ്വരനും പാർവതിയും സ്വയംഭൂവായ സങ്കല്പത്തിലാണെന്നും ആ സ്വയംഭൂവായ സങ്കല്പത്തിൽ തൊഴുതു പ്രാർത്ഥിച്ച് കാര്യസാധ്യം നേടുന്നവരും ഏറെയാണ്. എല്ലാ ക്ഷേത്രത്തിലും വന്നാൽ ശിവന് പ്രധാനമായും ധാരയാണ്. പക്ഷേ വയത്തൂർ കാളിയാശ്വര ക്ഷേത്രത്തിൽ നെയ്യമൃത് വളരെ പ്രധാനമാണ്. ഒരു ഭക്തൻ വന്നാൽ 2 നെയ്യമൃത് വെച്ച് തൊഴണമെന്നാണ്. ഒന്ന് സാക്ഷാൽ കിരാതമൂർത്തിയായ പരമേശ്വരനും കിരാതേശ്വരിയായ പാർവതിക്കും, അങ്ങനെ 2 നെയ്യമൃത് വെച്ച് തൊഴുതു പ്രാർത്ഥിച്ചാണത്രേ ഭക്തർ കാര്യസാധ്യം നേടുന്നത്. മകരമാസം 8, 9, 10 തീയതികളിൽ ക്ഷേത്രത്തിൻ്റെ കിഴക്കുഭാഗത്തും വടക്കുഭാഗത്തും കുടക് വിഭാഗക്കാരും എല്ലാവരും ചേർന്ന് ദേവൻ്റെ ആഗമനത്തെ അനുഷ്ഠിക്കുന്ന ചരിത്രങ്ങൾ, തോറ്റങ്ങൾ ചൊല്ലി ദേവ ചൈതന്യം വർദ്ധിപ്പിക്കുകയും അതിലൂടെ ഈ കൊടക് വിഭാഗക്കാർക്ക് ദേവദർശനമുണ്ടാവുകയും അങ്ങനെ ഉറഞ്ഞാടുകയും ഉറഞ്ഞ് നൃത്തം വെക്കുകയും ഒക്കെ ചെയ്യുന്ന പരമപ്രധാനമായ ചടങ്ങും വയത്തൂർ കാളിയാർ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എല്ലാ വർഷവും ധനുമാസം 15-ാം തീയതി ഇവിടുത്തെ കോമരത്തച്ഛൻ ഊട്ട് അനുഷ്ഠാനം അറിയിക്കാൻ കുടക് ദേശത്തേക്ക് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് ആയുധവും എടുത്തുകൊണ്ട് പോവുകയും പല പ്രധാനപ്പെട്ട മനകളിലും അതുപോലെ വീടുകളിലും സന്ദർശിച്ച് ഊട്ട് അറിയിക്കുന്ന പരമപ്രധാനമായ ചടങ്ങ് ഈ ഊട്ടുത്സവത്തിൻ്റെ ഭാഗമായി ഈ ക്ഷേത്രത്തിലുണ്ട് എന്ന് നമുക്കിവിടുത്തെ ഐതിഹ്യങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. വയത്തൂർ കാളിയാർ ക്ഷേത്രത്തിൽ വയത്തൂർ കാളിയാർ ഈശ്വരൻ്റെയും മഹാദേവൻ്റെയും പ്രതിപുരുഷനായിട്ടാണ് കോമരത്തച്ഛൻ സ്ഥാനം. ഇത് കൊയ്റ്റി തറവാടെന്ന് പറയുന്ന തറവാട്ടിന് പാരമ്പര്യമായി സിദ്ധിച്ച ഒരു അനുഗ്രഹമാണ്. ഇന്ന് കൊടകിൽ നമ്മൾ നേരത്തെ കണ്ടു അരി അളവും കാര്യങ്ങളും. ഈ അരി ഇവിടെ എത്താൻ ഈ കോമരത്തച്ഛൻ സ്ഥാനം ഇവിടെ നിന്ന് കൊടക് വരെ സന്ദർശിച്ച് അവിടെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചതിന് ശേഷമാണ് ഈ അനുഷ്ഠാനം ഇവിടെ പൂർണ്ണമാകുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കോമരത്തച്ഛൻ്റെ സ്ഥാനം വളരെ പ്രധാനമാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന അനുഷ്ഠാന വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. ധനു 15-ന് 14-ാം തീയതി വൈകുന്നേരം അമ്പലത്തിൽ വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കും. 15-ാം തീയതി രാവിലെ 4 മണിക്ക് നട തുറന്നാൽ തിരുവായുധമായിട്ട് കുടകിലേക്ക് പോകും. കുടകിൽ 11 ദിവസം 11 തറവാട്ടുകാരുടെ മനകളിൽ താമസിച്ച് 265ഓളം വീടുകൾ സന്ദർശിച്ച് 15-ന് പോയി കഴിഞ്ഞാൽ 26-ന് തിരിച്ചെത്തും. 26-ന് രാത്രി 7 മണി തിരിച്ച് തിരുവായുധം നടയിൽ സമർപ്പിക്കും. അതാണ് നമ്മുടെ ആചാരം. അതിൽ മെയിൻ തറവാട്ടുകാരായ ബുഗേര തറവാട്ടുകാരെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും പോകും. 2 ദിവസം അവരെ കുടുംബത്തിൻ്റെ എല്ലാ വീടുകളിലും സന്ദർശിക്കും. അത് കഴിഞ്ഞ് നാട്ടുകാരെ വലിയ വലിയ മനകളിൽ പോയി, പണ്ട് തമ്പുരാൻ്റെ ദാരിദ്ര്യമുള്ള കാലത്ത് അരിക്ക് എങ്ങനെ പോയി അതുപോലെയാണ് ആചാരപ്രകാരം തന്നെ പോകുന്നത്. ചുറ്റിക്കെട്ടി തിരുവായുധം എടുത്തിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുക. അതുപോലെ തിരിച്ചു വരും. അവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാ വീടുകളിലും പോകുന്ന സമയത്ത് അമ്പലങ്ങളിൽ താമസിച്ച് വീടുകളിൽ പോകുന്ന സമയത്തെല്ലാം ചുറ്റിക്കെട്ടി തിരുവായുധമായിട്ടാണ് പോകുന്നത്.
അവിടെ നമ്മൾ ഇറങ്ങി 4 ദിവസം കഴിയുമ്പോൾ തന്നെ അവർ കാളയുമായി ഇങ്ങോട്ട് വരും. ആ അരിയളവാണ് ഇന്ന് 8-ാം തീയതി കണ്ടത്. പുകേരത മനക്കാരുടെ അരിയളവാണ് ഇന്ന്. നാളെ നാട്ടുകാരുടെ അരിയളവ്. ഇതിലും കൂടുതൽ അരി ഉണ്ടാവും നാളെ. എല്ലാ നാട്ടുകാർ വെപ്പുനാട്, ഇടയനാട്, അങ്ങനെ 3-4 നാട്ടിലെ അരികളാണ് വരുന്നത്. ഉത്സവം എന്ന് വെച്ചാൽ ഇവിടെ സംക്രമത്തിൽ തലേന്ന് അരിയളവ്. 29-ാം തീയതി അരിയളന്ന് കഴിഞ്ഞാൽ 30-ാം തീയതി മുതൽ ഊട്ടാണ് ഇവിടെ. ഉത്സവമല്ല. ഉത്സവം 10, 11, 12 3 ദിവസം തടമ്പ് നിർത്താം. 4 തടമ്പ്. ബാക്കി എല്ലാ ദിവസവും ഊട്ടാണ്. 2 നേരം അന്നദാനം. അതിൽ 2000 ആൾക്കാരോളം പങ്കെടുക്കുന്നുണ്ട്. ഓരോ ദിവസങ്ങളും അന്നദാനത്തിന് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അതിനുള്ള ചിലവ് കംപ്ലീറ്റ് കൊടകിലുള്ളവരെ ആൾക്കാരും പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരുകൾ പിരിവൽ നടത്തി അങ്ങനെ ആണ്. അതിന് മുഖ്യതും കൊടകരാണ് ഇതിൻ്റെ ആൾക്കാർ. പ്രധാന വഴി മകരം 4-ാം തീയതി മഠത്തിൽ കയറുന്നൊരു സമ്പ്രദായമുണ്ട്. നെയ്യമൃതക്കാർ മഠത്തിൽ 4-ാം തീയതി കയറി കഴിഞ്ഞാൽ അത് 10-ാം തീയതി രാവിലെ നെയ്യുമായിട്ട് ഇവിടെ വന്ന് തലയിൽ എഴുന്നള്ളിച്ച് സോപാനം പാതക്കിൽ കൊണ്ടൊപ്പിക്കും. 11-ാം തീയതി രാവിലെ അത് ഇടവലത്ത് പുകേരമന തന്ത്രി അത് ഭഗവാന് അഭിഷേകം നടത്തും. അത് കഴിഞ്ഞാൽ നിയമവ്രതക്കാർക്ക് അടിയൂണ് എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. അത് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകാം. പിന്നെ 12-ാം തീയതി ഭഗവാൻ ഒരു ആറാട്ട് ഉണ്ട്. 12-ാം തീയതി വടക്കേ നടയിലേക്ക് കൂടി ആറാട്ട് എന്ന് പറഞ്ഞ ഒരു ആറാട്ട് തറയുണ്ട് കുറച്ച് താഴെ. അവിടെ പോയി ഒരു ആറാട്ട് നടത്തുന്നൊരു സമ്പ്രദായമുണ്ട്. അത് രാവിലെ ഒരു 11 മണി മുതൽ ഒരു 2 മണി വരെ ആ ചടങ്ങ് നൃത്തത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. അതിനെല്ലാം നമ്മൾ സാന്നിധ്യമുണ്ട്. ഇവിടെ വെച്ചാൽ കൊടകർക്ക് കൂടുതൽ മൃത്യുഞ്ജയമാണ് കൊടകരുടെ വഴിപാട്. സാധാരണ നമ്മൾ നാട്ടുകാർ പുഷ്പാഞ്ജലി അത് ഇത് കഴിക്കുമ്പോഴാണ് ഇവർ കൊടകർക്ക് മൃത്യുഞ്ജയമാണ് പ്രധാന വഴിപാട്. പിന്നെ അന്നുക്കായി തേങ്ങ ഉടക്കലൊരു ചടങ്ങുണ്ട്. അതവർ തേങ്ങ കൊണ്ടുവരും. ഇല്ലെങ്കിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടുന്ന് പൈസ കൊടുത്ത് മേടിക്കും. അത് ഭഗവാന്റെ നടയിൽ വെച്ച് ഉടച്ച് അവർക്ക് പ്രസാദമായി കൊടുക്കും. അതൊരു പ്രധാന വഴിപാടാണ്. കിരാതേശ്വരനെയും സ്വയംഭൂവായ ശിവപാർവതിമാരെ തൊഴുത് പ്രദക്ഷിണമായി വരുമ്പം പ്രദക്ഷിണ പദത്തിലെത്തുമ്പോൾ തെക്കുപാർശ്വ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാം തെക്കോട്ടേക്ക് പ്രത്യേകം വഴി കാണാം. അവിടെ വേട്ടക്കരുമകനീശ്വരൻ്റെ പ്രതിഷ്ഠാസ്ഥാനമാണ്. നമുക്ക് വേട്ടക്കരുമകനീശ്വരനെ തൊഴുത് പ്രാർത്ഥിച്ചു വരാം. വയത്തൂർ കാളിയാർ ഈശ്വരനെ പ്രദക്ഷിണമായി വരുന്ന സമയത്ത് തെക്കുഭാഗത്തെത്തുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും 400 മീറ്റർ തെക്കുഭാഗത്തേക്ക് മാറിയാണ് ശ്രീ വേട്ടക്കരുമകൻ ഈശ്വരൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്നത്. വയത്തൂർ കാളിയാർ ഈശ്വരനെ തൊഴുത് പ്രാർത്ഥിച്ചു പോകുന്ന ഏതൊരു ഭക്തനും വേട്ടക്കരുമകൻ ഈശ്വരനെയും തൊഴുത് പ്രാർത്ഥിച്ചു പോകേണ്ടുന്ന പവിത്രമായ ഒരു സന്നിധി കൂടിയാണ്. മകരമാസം 9-ാം തീയതി വിശേഷമായി നവക പൂജയും അഭിഷേകവും ഒക്കെ നടത്തപ്പെടുന്ന ഒരു ക്ഷേത്ര സന്നിധിയാണ്. നിത്യം 2 നേരം വിളക്ക് വെച്ച് നിവേദ്യം നടക്കുന്ന ഒരു സന്നിധി കൂടിയാണ് വേട്ടക്കരുമകൻ ഈശ്വരൻ. അതുകൊണ്ട് തന്നെ വയത്തൂർ കാളിയാർ ഈശ്വരനെ തൊഴുതതിൻ്റെ പുണ്യം ഭക്തർക്ക് ലഭിക്കണമെങ്കിൽ ഈ വേട്ടക്കരുമകൻ ഈശ്വരനെയും തൊഴുത് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്കും പ്രദക്ഷിണ വഴിയിലൂടെ വേട്ടക്കരുമകൻ ഈശ്വരനെ തൊഴുത് പ്രാർത്ഥിച്ചു വരാം.
Vaitrapa namaho, Vaitrapa namaho, Vaitrapa namaho. Vaitrapa. കുടകിൽ നിന്ന് കാളയുടെ പുറത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ടൊരു അനുഷ്ഠാനമാണ് അരി കൊണ്ടുവരുന്നത്. ആ അരി കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിൽക്കുകയും തുടർന്ന് വാദ്യഘോഷത്തോടുകൂടി 3 പ്രദക്ഷിണം വെച്ചതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഏകദേശം കന്നി രാശിപഥത്തിൽ ഈ അരി മുഴുവൻ തിരുമുറ്റത്ത് സമർപ്പിക്കുകയും അതിൽ നിശ്ചയിക്കപ്പെട്ട വിഭാഗക്കാരാൽ അളന്ന് ഭഗവാനിലേക്ക് സമർപ്പിക്കുക. ആ സമർപ്പിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് മൂലഭണ്ഡാര സ്ഥാനത്താണ്. നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ആ മൂലഭണ്ഡാര സ്ഥാനത്താണ് ഭക്തർ കൊണ്ടുവരുന്ന അരി മുഴുവൻ സമർപ്പിച്ച് അത് ഇനിയും ദേശത്തെ മറ്റ് വിഭാഗക്കാരും എല്ലാവരും കൊണ്ടുവന്ന് അരിയും പച്ചക്കറിയും വാഴക്കുലകളും അങ്ങനെ എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കുന്ന, അവരവരുടെ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്ന ഉപാധികൾ ഭഗവാന് സമർപ്പിക്കുന്ന ഭക്തിനിർഭരമായ അനുഷ്ഠാനം നടക്കുന്നതും അരിയളവിൻ്റെ സമയത്ത് 2 വിഭാഗക്കാർക്ക് 2 സ്ത്രീജനങ്ങൾക്ക് അവിടെ അരി അളന്ന് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതും ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനിക വിഭാഗവുമായി ബന്ധപ്പെട്ടവർക്കാണ് ഈ സമർപ്പണം നൽകുന്നത്. വയത്തൂർ കാളിയാർ ക്ഷേത്രത്തിലെ ഊട്ടുത്സവത്തിൻ്റെ ഒരു പ്രധാന ചടങ്ങാണ് നമ്മൾ പ്രദക്ഷിണ വഴിയിലൂടെ കണ്ടത്. കൊടക് ദേശത്തു നിന്നും ഭക്തിയാദരവോടുകൂടി കൊണ്ടുവന്ന അരി കാളപ്പുറത്ത് കൊണ്ടുവന്ന് അത് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലൂടെ, പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും, വടക്കേ നടയിലൂടെ അത് എഴുന്നള്ളിച്ച് 3 തവണ പ്രദക്ഷിണമായി വന്ന് ക്ഷേത്രത്തിൻ്റെ മൂലഭണ്ഡാരത്തിൻ്റെ ഭാഗത്ത് അഥവാ ക്ഷേത്രത്തിൻ്റെ കന്നി ഭാഗത്ത് വെച്ച് അരി കൊണ്ടുവന്ന അരി മുഴുവൻ ഭഗവാനിലേക്ക് സമർപ്പിച്ചതിന് ശേഷം പള്ളിച്ചാൻ വിഭാഗത്തിൽപ്പെട്ടവർ അരി അളന്ന് അത് മൂലഭണ്ഡാര സങ്കേത സ്ഥലത്തേക്ക് അത് സമർപ്പിക്കുകയാണ്. ഉത്സവം തുടങ്ങിയിട്ട് കുറച്ചായെങ്കിലും മകരമാസം 8-ാം തീയതി ഉത്സവങ്ങളിൽ പ്രധാനപ്പെട്ട ഉത്സവം അതാണ് ഈ ദിവസം കൊടകിൽ നിന്ന് കൊണ്ടുവന്ന അരി സമർപ്പിക്കുക. അങ്ങനെ ഒരുപാട് വിവിധങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള വയത്തൂർ കാളിയാർ ക്ഷേത്രത്തിൽ ഓരോ അനുഷ്ഠാനങ്ങളും നേരത്തെ കണ്ടത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. കൊടകിൽ നിന്ന് വന്ന വിഭാഗക്കാരാണ് ഇതിൻ്റെ ഒരു യജമാന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ അരിയളവിന് നേതൃത്വം നൽകുന്നത്. വയത്തൂർ കാളിയാർ ക്ഷേത്ര ഉത്സവം എന്ന് പറയുന്നത് 2 ദേശത്തിൻ്റെ ഉത്സവമാണ്. കൊടക് ദേശത്തിൻ്റെയും അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെയും 2 ഭാഷകൾ ചേരുന്ന ഉത്സവമാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് തക്കാരെ എന്ന് പറയുന്ന സമ്പ്രദായം. അത് കൊടകിൽ നിന്ന് നേരത്തെ നമ്മൾ പ്രേക്ഷകർ കണ്ടതുപോലെ അരിയുമായി വരുന്ന അനുഷ്ഠാനമൊക്കെ കണ്ടു. അതിൻ്റെ ഇന്നത്തെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഇവരുടെ പേര് തന്നെ, സ്ഥാനപ്പേര് തന്നെ തക്കരെ പുഗ്യേര ഫാമിലിയാണ്. നമുക്ക് അവരോട് തന്നെ ഇതിൻ്റെ പ്രധാന അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മൾ വന്നത് കൊടക് പുഗ്യേര ഒക്കത്തുനിന്ന്. നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞെങ്കിൽ പണ്ട് കാലത്തിൽ നമ്മളുടെ അജ്ജൻ്റെ എത്രയോ ശതമാനത്തിന് മുമ്പേ അജ്ജ പറഞ്ഞത് എന്തായെങ്കിലും ശരി കാളത്തിൽ അരിയായി എടുത്തു വന്നിട്ട് ഇവിടെ നൈവേദ്യം ചെയ്യണമെന്ന്. കൊടകിന് ഇവിടേക്ക് 40-47 കിലോമീറ്റർ ഉണ്ട്. ആ 47 കിലോമീറ്റർ നടന്നിട്ട് അരി കാളൻ്റെ മുകളിൽ എടുത്തു വന്നിട്ട് ഇവിടെ അമ്പലത്തിൻ്റെ 3 ചുറ്റ് പ്രദക്ഷിണ ചെയ്തിട്ട് ചെണ്ടയായിട്ട് വന്നിട്ട് ഇവിടെ മൂലഭണ്ഡാരത്തിൻ്റെ അവിടെ
അരി ഇറക്കിയിട്ട് അവിടെ അരി അളവുന്ന പ്രോഗ്രാം ഇന്നത്തേത്. ഇത് മഹത്തരമാണത് എന്ന് പറഞ്ഞെങ്കിൽ നൈവേദ്യക്ക് ഈണ്ട അരി അങ്ങനെ വെക്കും. ഇത് നമ്മുടെ ചടങ്ങ്, ഇന്നത്തെ ചടങ്ങ് ആയത്. ഈ ദേശത്തിൽ നവണ്ട എന്ന് പറഞ്ഞാൽ കർണാടക, കേരള, കൊടക്, കേരള 2 സ്നേഹഭാവമുള്ള ദേശം ഇത്. ഇവർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞെങ്കിൽ രണ്ടും ഒന്നിച്ച് മിക്സായിട്ട് ഈ ഉത്സവം നടത്തുന്നത്, ഊട്ട് ഉത്സവം എന്ന് പറയുന്നത്. ഇതിന് എല്ലാവരും നല്ല കൂടിയിട്ട് ചെയ്യുന്ന ഒരു ഇത്. എല്ലാവർക്കും ആ ದೇವರ ಆಶೀರ್ವಾದ ಇರಕಟ್ಟು. ಇವಿടുത്തെ ವಾಸಿಯಕ್ಕೂ നമ്മുടെ കൊടക് പാർട്ടിക്കൂ ದೇವರ ആശീർവാദം സദാ ഇരിക്കട്ട്. இன்னும் ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിട്ട് നല്ലതായിട്ട് അമ്പലം ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവുന്നുണ്ട്. കുറേ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതേമാതിരി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ದೇವರನ್ನ പ്രാർത്ഥിക്കാം. ನೆಮ್ಮದಿಯಾവണം, നല്ല സുഖ സന്തോഷ ആരോഗ്യ ഭാഗ്യം കൊടുത്തിട്ട് ശക്തി കൊടുത്തിട്ട് നമ്മൾ എല്ലാവരും കൊണ്ടുപോകുന്ന ഒരു ശക്തി ആ ഈശ്വര കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിക്കും. ശ്രീ വൈത്തൂർക്കാല ക്ഷേത്രത്തിലെ ഊട്ട് മഹോത്സവം എല്ലാ വർഷവും മകരം 1 മുതൽ 12-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. കുടക് നിവാസികളും മലയാളികളും ഒത്തുചേർന്നുകൊണ്ട് ദേശത്തിൻ്റെ, വേഷത്തിൻ്റെ, ഭാഷയുടെ എല്ലാ അതിർവരമ്പുകളും മാറ്റിവെച്ച് ഏകോദര സഹോദരന്മാരെ പോലെ ഈ ഉത്സവം കൊണ്ടാടുകയാണ്. ഊട്ടാണ് ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാന ചടങ്ങ്. അതോടൊപ്പം തന്നെ മറ്റ് കലാപരിപാടികളൊക്കെ തന്നെ, ക്ഷേത്ര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. 10,000-കണക്കിനായ ആളുകൾ ഊട്ട് മഹോത്സവം പങ്കെടുത്ത് ഭഗവാന്റെ പ്രസാദം ഊട്ട് കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ വർഷങ്ങളായി ഇവിടെ നീണ്ടു നിൽക്കുകയാണ്. നിരവധി ചടങ്ങുകൾ നടക്കുന്നതോടൊപ്പം തന്നെ കുടക് നിവാസികളുടെ അരിയളവ് തുടങ്ങിയ നിരവധിയായ പ്രത്യേക ചടങ്ങുകൾ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കർണാടകവും കേരളവും 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. 2 സംസ്ഥാനങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ഉത്സവം എന്തുകൊണ്ടും പ്രൗഢഗംഭീരമായി തന്നെ എല്ലാ വർഷവും നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള, മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണിത്. ഇവിടെ ട്രസ്റ്റി ബോർഡും അതുപോലെ തന്നെ ഉത്സവ കാലഘട്ടത്തിൽ ആഘോഷ കമ്മിറ്റിയുമാണ് കൂട്ടായി ആണ് ആഘോഷം നടത്തി വരുന്നത്. ഈ വർഷവും അതുപോലെ തന്നെ വളരെ ഗംഭീരമായി ഈ ആഘോഷം നടത്തുന്നതിന് വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും ആഘോഷ കമ്മിറ്റിയും അതുപോലെ തന്നെ ബോർഡും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. യൂട്ടിൽ പങ്കെടുക്കുന്ന ജാതിമത വ്യത്യാസമന്യേ എല്ലാ വിഭാഗം ആളുകളും ഈ ഉത്സവാഘോഷ പരിപാടിയിൽ വളരെയധികം സജീവമായി പങ്കെടുക്കുകയും എല്ലാവിധ സഹായ സഹകരണങ്ങളും മുഴുവൻ ആളുകളുടെ ഭാഗത്തു നിന്നും നമുക്ക് നിർലോഭം ലഭിച്ചുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഉണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ചിരപുരാതനമായ ശ്രീ വയത്തൂർ ശിവക്ഷേത്രം വളരെ പൗരാണികമായി തന്നെ നിലകൊള്ളുന്ന ഒരു ക്ഷേത്രമാണ്. 2 വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉൾക്കൊണ്ട് കർണാടക അതുപോലെ തന്നെ മലയാളം വളരെ കാലം മുതൽ ഈ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഇരു സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ഈ അരി അളവ് നമുക്ക് മകരം 8 മുതൽ 12 വരെയുള്ള നിവേദ്യത്തിനും ഇതുപോലെ ഊട്ടിനുള്ള അരിയാണ് ഇന്ന് അളന്നിട്ടുള്ളത്. നാളെയും അരി നാട്ടുകാരുടെ വക അരി വരുന്നുണ്ട്. ഇത് കർണാടകത്തിൽ നിന്ന് തന്നെ വിരാജപ്പെട്ട ആ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ട് വളരെ ഐതിഹ്യം നിറഞ്ഞ ക്ഷേത്രമാണ്. ശിവനും പാർവതിയും കുടികൊള്ളുന്ന ക്ഷേത്രമാണ്. ഇതിൻ്റെ ഉടമ വളരെ കാലം മുതൽ ദേവസ്ഥത്തിന് ധാരാളം ഭൂമി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇന്ന് അന്യ കൈവശം പോയി. ഇപ്പോൾ ദേവസ്ഥത്തിന് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. കൂടുതൽ വികസന പ്രവർത്തനം നടത്തണമെങ്കിൽ നമുക്ക് സ്ഥലം അത്യാവശ്യമാണ്. എല്ലാവരും കൂട്ടായ ശ്രമഫലം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഭൂമി കയ്യിലാക്കി ഇവിടുത്തെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ദേവസ്വം ചെയ്യാൻ, ഭക്തന്മാർക്ക് വേണ്ടി ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഉദ്യമത്തിന് ഇനി മേൽക്കാലം വികസനത്തിന് വേണ്ടിയുള്ള പാത തുറന്നു വെക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഊട്ടുത്സവ കാലഘട്ടത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് അടപ്രഥമൻ. ഇതിനെ അടപ്രഥമൻ വിലക്ക് എന്നാണ് പറയാം. ഇത് ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു പ്രധാന വഴിപാടാണ്. ഇത് വളരെ കാലത്തെ
അനുഭവം കൊണ്ട് മാത്രമേ ഇത് ഈ അടപ്രഥമൻ ഇവിടെ വരുന്ന ഭക്തന്മാർക്കൊക്കെ ഇത് വഴിപാടായി കഴിക്കുകയും അതുപോലെ ഊട്ടുത്സവ കാലഘട്ടത്തിൽ ഇതൊരു പ്രധാന അനുഷ്ഠാനമായി എല്ലാവർക്കും നൽകുകയും ചെയ്യുന്നതാണ്. അരി പ്രത്യേക രീതിയിൽ പൊടിച്ച് അത് അടയാക്കി ആ അടയെ നിശ്ചിതമായ അകലത്തിൽ അതിനെ മുറിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിലക്ക് എന്നാണ് ഇതിനെ പറയുക, അടപ്രഥമൻ വിലക്ക്. ഇത് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. എല്ലാവരും വന്ന് വഴിപാടായി കഴിച്ച് കാര്യസാധ്യം നേടിപ്പോകുന്നവരും ഏറെയാണ്. വയത്തൂർ കരാറും ഞാളും കൊടക് നന്നായിട്ട് വന്നെയാണ്, മനസ്സിലായില്ലേ? ഇവിടുത്തെ പൂർവിക ഗ്രാമപഞ്ചായത്തെ സ്ഥാനം ഞാക്കാണ്. അങ്ങനെ പ്രഥമ വിലക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ കഴിക്കുന്നതിൻ്റെ ഇതും ഞാളുള്ള അധികാരമാണ്. ഈ ഗ്രാമത്തിലുള്ള സ്ഥാനം ഇപ്പോഴും അതുപോലെ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വയത്തൂർ കാലിയാർ ഈശ്വര ക്ഷേത്രത്തിന് ധാരാളം ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ ധാരാളം അനുഷ്ഠാനങ്ങളും നടക്കുന്ന ഒരു പ്രസിദ്ധ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലെ ഗ്രാമപിള്ള എന്ന് പറയുന്ന സ്ഥാനം അലങ്കരിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വത്തെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ഇവിടുത്തെ പ്രഥമ വിലക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അനുഷ്ഠാനമാണ്. അത് ശ്രേഷ്ഠരായ ബ്രാഹ്മണർ അതിൻ്റെ വ്രതനിഷ്ഠയിൽ നിന്നുകൊണ്ട് ഈ പ്രഥമൻ വിലക്ക് ഉണ്ടാക്കുകയും അത് ഭക്തന്മാർക്ക് വഴിപാടായി അത് കൊടുക്കുകയും ചെയ്യുന്ന അനുഷ്ഠാനം ക്ഷേത്രത്തിൽ വളരെ പ്രധാനമാണ്. ഈ പ്രഥമൻ വിലക്ക് ഭക്തന്മാർ വന്നാൽ ഇത് വഴിപാടായി കഴിക്കുന്നതും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഈ ചെയ്യുന്ന ബ്രാഹ്മണരായ ശ്രേഷ്ഠന്മാർ നമുക്ക് കാണാം, അവർ വളരെ അവരുടെ ഒരു അധ്വാനം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് 5 കാര്യങ്ങളാണ്. ആചാര്യതപ സാമ്നായ ജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചത. അതിലേറ്റവും പ്രധാനം വയത്തൂർ കാലിയാർ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഊട്ടുത്സവം എന്നാണ് പേര്. ഏകദേശം ഒരു ദിവസം 10,000-കണക്കിന് ആളുകൾ വന്ന് ഭഗവത് പ്രസാദം സ്വീകരിക്കുന്ന ഒരു അനുഷ്ഠാനം നടക്കുന്ന ഭക്തി നിർഭരമായ ഒരു അനുഷ്ഠാനം. അതിലൊരു പ്രത്യേകത, നാനാ വിഭാഗക്കാർ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കും. പക്ഷേ അതിൽ അതിഥി ദേവോ ഭവ എന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. കാരണം ഈ ദേശത്തിൻ്റെ ഈ ക്ഷേത്രത്തിലെ അതിഥികളാണ് കൊടക് വിഭാഗക്കാർ. ആ കൊടക് വിഭാഗക്കാർക്ക് പ്രത്യേകം അവർ വന്നാൽ അധികം കാത്തു നിൽക്കരുത് എന്ന ഒരു ചിട്ട കൂടി അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകം ക്യൂ ആണ്. അവർക്ക് വന്നാൽ വേഗം ഭക്ഷണം കഴിച്ചു പോകാം. ഇത് പഞ്ചയജ്ഞങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ അതിഥി സംസ്കാരം. അതിഥിയെ നമ്മൾ ഒരിക്കലും കാത്തു നിൽക്കരുത്, നിർത്തിക്കരുത്. അതിന് ഉത്തമോദാഹരണമാണ് വയത്തൂർ കാലിയാർ ക്ഷേത്രത്തിലെ ഊട്ടുത്സവത്തിന് കാണുന്ന ഈ പ്രത്യേകത. നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ, കണ്ണൂർ വിഷൻ്റെ പ്രദക്ഷിണ വഴിയിലൂടെ നമുക്ക് ഊട്ടുത്സവം കാണുന്ന സമയത്ത് കാണാം കൊടകര് വന്ന് ഈ അന്നപ്രസാദം സ്വീകരിച്ചു പോകുന്ന അനുഷ്ഠാനം. അർജുനൻ്റെ അഹങ്കാരം ശമിപ്പിക്കുവാൻ വേണ്ടി കിരാത രൂപിയായി ശിവനും പാർവതിയും അവതാരമെടുത്ത കഥ നമുക്കറിയാം. ജീവിതത്തിൽ അഹങ്കാരത്തെ ഒഴിവാക്കണമെന്ന തത്വം നമുക്കവിടെ ഭംഗ്യന്തരേണ പറഞ്ഞു തരികയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുടക് ദേശത്തു നിന്നും മലയാള ദേശത്തു നിന്നും സംഗമിച്ചുകൊണ്ട് ഉത്സവം നടക്കുകയും ഊട്ടുത്സവം എന്ന പേരിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ഊട്ട് വളരെ വിശേഷമായി 2 നേരവും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാർക്ക് വയറു നിറയെ അന്നം കൊടുത്തുകൊണ്ട് നടത്തുന്നതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഊട്ടുത്സവം എന്ന പേര് വരാനും കാരണമെന്ന് പൗരാണികമായ കഥകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും നമുക്ക് പൂർവികർ പറഞ്ഞു തരുന്നു. വയത്തൂർ കാലിയാർ മഹോത്സവം എന്ന് പറഞ്ഞാൽ സംക്രമം മുതൽ മകരസംക്രമം മുതൽ മകരം 12 വരെയാണ് വയത്തൂർ ഊട്ടുത്സവം നടക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഉത്സവത്തിൻ്റെ പ്രധാനം മകരം 10-നാണ്. മകരം 10-ന് കൊടക് നിവാസികൾ മുഴുവനും വയത്തൂർ നിവാസികളും
കേരളത്തിലുള്ള മിക്ക എല്ലാ ആൾക്കാരും ഭക്തജനങ്ങളും പങ്കെടുക്കുന്ന ഒരു മഹോത്സവമാണ് മകരം 10 നടക്കുന്നത്. മകരം 10 കൃത്യം ഒരു മണിക്ക് ഭഗവാൻ പുറത്ത് നിൽക്കുകയും ആനപ്പുറത്ത് നിൽക്കുകയും ശിവപൂരവലി, അതോടുകൂടി തടമ്പ് നൃത്തം തൊഴാനാണ്, ദേവനെ കാണാനാണ് കുടകിൽ നിന്ന് മുഴുവൻ ആൾക്കാരും എത്തുന്നത്. അതിന് ദേവന് തൃക്കൈയിൽ ദക്ഷിണ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യേക പുണ്യം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസമാണ് മകരം 10 മകരം 10 കുടകിലുള്ള എല്ലാ ആൾക്കാരും, അതായത് സാധാരണക്കാരൻ മുതൽ വലിയ വലിയ മന്ത്രിമാരടക്കം മകരം 10 ഇവിടെ പങ്കെടുക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ 10 കഴിഞ്ഞാൽ 11 തദ്ദേശീയരുള്ള നെയ്യമൃതകാരുടെ നെയ്യാട്ടമാണ്. 11 രാവിലെ ഒരു 10 മണിക്ക് നെയ്യാട്ടം കഴിയും. ഇടവലത്ത് പോടിയൂർ കുബേരൻ നമ്പൂരിപ്പാടാണ് ക്ഷേത്രം തന്ത്രി. അദ്ദേഹത്തിൻ്റെ തൃക്കൈകൊണ്ട് നെയ്യാട്ടവും അതോടുകൂടി ഉച്ചപൂജയും കഴിഞ്ഞാൽ എല്ലാ കുടകിന് വന്ന ഭക്തജനങ്ങളും മടങ്ങിപ്പോകും. അങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞ 40 വർഷമായിട്ടാണ് ഞാനിവിടെ വാദ്യത്തിൻ്റെ ചുമതലയായിട്ട് നടത്തി വരുന്നത്. എല്ലാ കാലങ്ങളും കണ്ടുവരുന്നത് അങ്ങനെയാണ്. പിന്നീട് മകരം 12 ആറാട്ടുത്സവമാണ്. അത് നാട്ടുകാരുടെ മഹോത്സവമായിട്ടാണ് മകരം 12 രാവിലെ 9 മണിക്ക് ആറാട്ടുകാർക്ക് എഴുന്നേൽക്കലും ആറാട്ടുകാരയിൽ നിന്ന് ഇങ്ങോട്ട് ആനപ്പുറത്ത് എഴുന്നള്ളത്തും തിരിച്ച് ഇങ്ങോട്ട് മേളത്തോടു കൂടി ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൽ തടമ്പ് നൃത്തം കൊണ്ടാടുകയാണ്. വൈത്തൂർക്കാലിയാർ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വടക്ക് ഭാഗം. ഇവിടെ വടക്ക് ഗോപുരം, ചെമ്പടിച്ച ഗോപുരമൊക്കെ ഉണ്ടായിരുന്നു. കാലപ്പഴക്കം കൊണ്ട് അതൊക്കെ നശിച്ചു പോയതാണ്. ഇവിടെ വീണ്ടും ഈ അടുത്ത വർഷമാകുമ്പോഴേക്ക് തന്നെ ഇവിടെ ഗോപുരമൊക്കെ മരം കൊണ്ട് തന്നെ പഴയ പൂർവ്വരീതിയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഭാഗത്തിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ നീലക്കാളി എന്ന് പറയുന്നൊരു ഭഗവതീൻ്റെ ഒരു സ്ഥാനം ഈ വടക്ക് ഭാഗത്ത് ഒരു കാവിലുണ്ട്. ആ ഭഗവതി ഉത്സവത്തിന് മുമ്പും അവിടെ കാവിൽ കെട്ടിയാടിക്കുകയും ഉത്സവം കഴിഞ്ഞതിന് ശേഷം കാവിന്ന് കെട്ടിയാടി ഭഗവതി ഇവിടം വരെ വരണം, ഈ വടക്കേ ഗോപുരം വരെ. ഇവിടെ പീഠം വെച്ചിരുന്നിട്ട് ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ വരണം. ആ ഭഗവതീൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫോട്ടോ ആണ് ഇവിടെ നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത് മാത്രം. ഈ ഗോപുരത്തിന് മറ്റൊരു പ്രത്യേകത, എല്ലാ പ്രധാന കാഴ്ചകളും ഒക്കെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തേണ്ട ഇവിടുന്നാണ്. എന്ന് പറഞ്ഞാൽ കുടകിൽ നിന്ന് അരി കൊണ്ടുവരുന്നത് ഈ വടക്ക് ഭാഗത്തെ കൂടിയാണ്. കാളപ്പുറത്ത് അരി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കാഴ്ചകൾ വരുന്നത് ഇവിടുന്നാണ്. അതേപോലെ തന്നെ ഈ ക്ഷേത്രം പണിയുന്ന കാലത്ത്, പൂർവ്വകാലത്ത് കൊടകരുടെ ഭാഗത്തുനിന്നുള്ള കൊടക് രാജാവിൻ്റെയൊക്കെ പ്രതിനിധിയായിട്ട് ഇവിടെ ക്ഷേത്രം പണിതൊന്നും പുഗ്യേര മനക്കാർ വളരെ പ്രധാനപ്പെട്ട അവിടുത്തെ പാരമ്പര്യ തറവാട്ടുകാരാണ്. ആ തറവാടിൻ്റെ കാരണവരായിരുന്നു മണ്ണപ്പ എന്ന് പറയുന്ന ഒരാളുടെ വിഗ്രഹമാണ് ഇവിടെ കരിങ്കല്ല് കൊണ്ട് ഇവിടെ ശില്പമായിട്ട് കൊത്തിവെച്ചിരിക്കുന്നത്. അദ്ദേഹം വളരെ സന്തോഷകരമായ ഒരു ഭാവമാണ്. ആ മുഖത്ത് നോക്കിയറിയാം, അത് ഭഗവാനെ നോക്കി എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതാണ്. അത് ഈ ഗോപുരത്തിനകത്തായിരുന്നു. ഗോപുരത്തിൻ്റെ ഭൗതിക പണിയുന്നതുകൊണ്ട് അത് നന്നായിട്ട് ഇതില്ല. അപ്പോൾ ഈ കൊടകർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമുള്ള സ്ഥലമാണ് ഈ വടക്കേ ഭാഗത്തെ കാര്യങ്ങൾ. തിരുവത്താഴത്തിൻ്റെ സമയത്തായാലും മറ്റ് ഉത്സവ സമയത്തൊക്കെ കൊടകരുടെ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ദൈവാധീനം വരുന്ന കോമരത്തമാർ ഇവിടെ ദർശനം വന്ന് തുള്ളുന്നതൊക്കെ ഈ വടക്കേ ഗോപുരത്തിന്, കിഴക്കേ ഗോപുരം തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാലമാണ്. എൻ്റെ പേര് ഗോവിന്ദൻ. ഞാൻ ഒരു 20 കാലത്തിലധികം കാലം ഇവിടെ ട്രസ്റ്റി മെമ്പറായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ 78 മുതൽ 98 വരെ ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും ഉത്സവത്തിൻ്റെ ഈ ക്ഷേത്ര കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം
സഹായത്തിന് തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ വരാറിൻ്റെ അടുത്ത് തന്നെ താമസം. ഞാൻ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആൾ കൂടിയാണ് ഇപ്പം. അപ്പോൾ ആ പ്രവർത്തനമായിട്ട് വന്നിട്ട് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ബുക്കും ഒരു സുപ്രഭാതം ഒരു കീർത്തനവും അത് പിന്നെ കർണാടകത്തിൽ ആ ബുക്കും എഴുതിയിട്ട് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ട് ഉണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്ന് വിവിധ വിഭാഗക്കാർ പശുവിൻ നെയ്യ് കൊണ്ടുവന്ന് മഠത്തിൽ കയറി കുളിച്ച് ശുദ്ധി വരുത്തിയതിന് ശേഷം മകരമാസം 10-ാം തീയതി ഭഗവാനിലേക്ക് നെയ്യ് അഭിഷേകം നടത്തുന്ന ഭക്തി നിർഭരമായ അനുഷ്ഠാനം ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അത് വ്രതം നോറ്റുകൊണ്ടാണ് ഓരോ വിഭാഗക്കാരാലും നെയ്യ് കൊണ്ടുവന്ന് ശുദ്ധമായ പശുവിൻ നെയ്യ് കൊണ്ടുവന്നാണ് ഈ നെയ്യമൃത് ഉത്സവം ഇവിടെ നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി പടിഞ്ഞാറോട്ട് ദർശനമായി അയ്യപ്പനീശ്വരനെ പ്രതിഷ്ഠിച്ചത് കാണാം. ഈ അയ്യപ്പനീശ്വരൻ്റെ സന്നിധിയിൽ വെച്ച് മുദ്ര ധരിക്കുകയും ശബരിമല ദർശനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അനുഷ്ഠാനമുണ്ട്. അതുപോലെ തന്നെ നിത്യ നിവേദ്യവും നിത്യപൂജയും നിത്യാനുഷ്ഠാനവും നടക്കുന്ന ഒരു സങ്കേതം കൂടിയാണ് അയ്യപ്പനീശ്വര സന്നിധി. നേരത്തെ പറഞ്ഞതുപോലെ വേട്ടക്കരുമകനീശ്വരൻ, അയ്യപ്പൻ, ഗണപതി, ഭഗവതി, ഭൂതത്താർ ഇങ്ങനെ ഉപദേവതാ ചൈതന്യങ്ങളും ധാരാളം ഈ ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ക്ഷേത്രത്തിൻ്റെ ബലിക്കല്ലിനും അയ്യപ്പനീശ്വരൻ്റെയും മധ്യത്തിലായി ഭൂതത്താർ ഈശ്വര സ്ഥാനം കാണാം. നിത്യപൂജയും നിത്യ അനുഷ്ഠാനവും ഈ ഭൂതത്താർ ഈശ്വര സന്നിധിയിൽ ഇപ്പോഴും ഭംഗിയായി നടന്നു വരുന്നു. ഒരു വർഷം വൈത്തൂർ കാളിയാരീശ്വര ക്ഷേത്രത്തിൽ നിറ, പുത്തരി, മണ്ഡലമാസം, അതുപോലെ തന്നെ ശിവരാത്രി, അതുപോലെ തന്നെ വിഷുവിളക്ക് എല്ലാ അനുഷ്ഠാനങ്ങളും നടക്കും. ഒപ്പം ശ്രീഭൂതബലി ഒരു വർഷം 18 ഘട്ടങ്ങളിലായി ശ്രീഭൂതബലി നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ വൈത്തൂർ കാളിയാരീശ്വര ക്ഷേത്രം. ഭക്തജനങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും. പ്രദക്ഷിണ വഴിയിലൂടെ വരുന്ന സമയത്ത് ശ്രീഭൂതബലി ഭഗവാനെ എഴുന്നള്ളിക്കുകയും വാദ്യഘോഷത്തോടു കൂടി അവിസ് തൂകുകയും ചെയ്യുന്ന അനുഷ്ഠാനമാണ് ശ്രീഭൂതബലി. ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ട വിഭാഗക്കാരുണ്ട്. ഊട്ടുത്സവത്തിന് ആവശ്യമായ മോര് സമർപ്പിക്കാൻ വേണ്ടി കുടുപതി എന്ന് പറയുന്ന വിഭാഗം 2 അമ്മമാരെ, പാരമ്പര്യത്തിലുള്ള കുടുംബക്കാർക്കാണ് അതിൻ്റെ അവകാശം. ഇന്നും ആ അവകാശം അവർ വളരെ ഭംഗിയായി ചെയ്യുന്നതും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഊട്ടുത്സവത്തിന് ആവശ്യമായ മോര് മുഴുവൻ ഈ ഒരു കുടുപതി വിഭാഗക്കാർ ദേവന് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അനുഷ്ഠാനം.
ക്ഷേത്രത്തിൽ മറ്റൊരു പ്രധാന ഭക്തി നിർഭരമായൊരു ചടങ്ങാണ് പട്ടോല വായന. നെയ്യമൃത് വിഭാഗക്കാർ വ്രതത്തിൽ നിന്നുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ വലിയ ബലിക്കലിന് സമീപത്ത് വന്ന് നെയ്യമൃതുകാരുടെ ആവശ്യങ്ങളും ആ കാലഘട്ടത്തിൽ അതിന് വരുന്ന ചിലവുകളും ഒക്കെ പട്ടോല വായന എന്ന സമ്പ്രദായത്തിൽ ഭഗവാനെ കേൾപ്പിക്കുന്ന ഭക്തിനിർഭരമായ ചടങ്ങും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഊട്ട് ഇവിടെ വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു. നെയ്യമൃത് വ്രതക്കാർ വ്രതനിഷ്ഠയോടുകൂടി ഇവിടെ വരികയും ആ നെയ്യമൃത് വ്രതക്കാരെ സഹായിക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് കൂടി നൽകുന്ന അനുഷ്ഠാനത്തിൻ്റെ ഒരു പേര് കൂടിയാണ് അടിയിലൂണ്. ഈ അടിയിലൂണ് എന്ന് പറയുന്ന അനുഷ്ഠാനം നെയ്യമൃത് വ്രതക്കാർക്കും അവരുടെ സഹായികൾക്കും നൽകുന്ന ഒരു അനുഷ്ഠാനം കൂടിയാണ്. അത് ഇന്നും ഇവിടെ വളരെ ഭംഗിയായി ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു. വയത്തൂർ കാലിയാർ ക്ഷേത്രത്തിലെ ആചാരങ്ങളും ഐതിഹ്യങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നമ്മൾ പ്രദക്ഷിണ വഴിയിലൂടെ ഇത്രയും നേരം കണ്ടത്. കുടകിലെ കാലിയാർ മലയിൽ നിന്നും പരമേശ്വരനും പാർവതീദേവിയും അർജുനൻ്റെ അഹങ്കാരം ശമിപ്പിക്കുവാനും അർജുനന് പാശുപതാസ്ത്രം നൽകുവാനും വേണ്ടി ഈ ദേശത്ത് വന്നുവെന്നും ഈ ദേശത്തിൻ്റെ പേര് വയത്തൂർ ഗ്രാമം എന്നാണ്. അപ്പോൾ വയത്തൂരിൽ ദേവനെത്തിയതുകൊണ്ടും കാലിയാർ മലയിൽ നിന്ന് വന്നതുകൊണ്ടും രണ്ടും ചേർത്ത് വയത്തൂർ കാലിയാർ എന്ന പേര് ഈ ക്ഷേത്രത്തിന് വന്നുവെന്നും നമുക്ക് ഐതിഹ്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. ശിവപാർവതി സ്വയംഭൂവായിരിക്കുന്ന അപൂർവം ശിവസങ്കേതങ്ങളിലൊന്നാണ് ഇവിടുത്തെ ശിവസങ്കേതമെന്നും ഏതൊരു ഭക്തനും തൊഴുതു പ്രാർത്ഥിക്കുന്ന സമയത്ത് ശിവനും പാർവതിക്കും നെയ്യമൃത് വെച്ച് തൊഴുത് കാര്യം സിദ്ധിക്കേണ്ടുന്ന ഒരു ക്ഷേത്രമാണ്. ഏറ്റവും കൂടുതൽ കുടക് ദേശക്കാർ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു പോകുന്നൊരു ക്ഷേത്ര സങ്കേതമാണ്. കുടക് ദേശത്തു നിന്ന് വരുന്ന ഓരോ ഭക്തനും മൃത്യുഞ്ജയ പൂജ കഴിച്ചാണ് കാര്യം സാധ്യം നേടുന്നത് എന്നും ഈ അനുഷ്ഠാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. മകരമാസത്തിലെ വിശേഷപ്പെട്ട 13 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ പ്രധാനമെന്നും ഊട്ടുത്സവം എന്നറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഊട്ടിന് അതിപ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. നെയ്യമൃത് അനുഷ്ഠാനം നടക്കുന്ന ഒരു ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ നിറഞ്ഞതാണ് വയത്തൂർ കാലിയാർ ക്ഷേത്രം. നമ്മുടെ പ്രദക്ഷിണ വഴിയുടെ പൂർണ്ണമാകുന്നില്ല. മറ്റൊരു സങ്കേതത്തിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്തേ.